സെക്കൻഡ് ഹാൻഡ് മതം അശക്തം. മർക്കോസ് എഴുതിയ സുവിശേഷം 2:1-12 വരെ. ചിന്തയ്ക്കായിട്ട് 5-ാം വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സഭകളുടെ ലോക കൗൺസിലിൻ്റെ പ്രഥമ പ്രസിഡൻറ്റും സുപ്രസിദ്ധ വേദശാസ്ത്ര പണ്ഡിതനുമായ ജോൺ ആർ മോട്ടർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രാർത്ഥനയെപ്പറ്റി ചില സംശയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി. നാം പ്രാർത്ഥിക്കുന്ന മൂലം മറ്റു മനുഷ്യർക്കും സംഭവങ്ങൾക്കും മാറ്റമുണ്ടാകുന്നത് എങ്ങനെയാണ്? അതായിരുന്നു മോട്ടിൻ്റെ സംശയം. ഈ സംശയ നിവാരണാർത്ഥം ഏതാണ്ട് 40-ൽ പരം പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചു. പ്രാർത്ഥനയുടെ താത്വിക വശങ്ങൾ പഠിക്കുവാനല്ലാതെ അദ്ദേഹത്തിൻ്റെ സംശയം ദൂരീകരിക്കുവാൻ ഈ വായന ഉപകരിച്ചില്ല. അവസാനം പുസ്തകങ്ങളെല്ലാം അദ്ദേഹം നീക്കിവെച്ചു. പിന്നീട് പതിവായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തോടുള്ള ഹൃദ്യമായ ബന്ധം പുലർത്തുന്ന ഒരുവൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ബോധ്യമായത് അങ്ങനെയാണ്. അസൽ അല്ലാത്ത, അതായത് സെക്കൻഡ് ഹാൻഡ് പ്രാർത്ഥനയും മതവും അശക്തമായി അനുഭവപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അസൽ അല്ലാത്ത പഴഞ്ചൻ പ്രാർത്ഥനകൾ കൊണ്ടും മതഘടന കൊണ്ടും തൃപ്തിപ്പെടുന്നവരല്ലേ നാം. നമ്മുടെ പരമ്പരാഗതമായ പ്രാർത്ഥനകളും ആരാധന രീതികളും ഇന്നത്തെ യുവതലമുറയ്ക്ക് അരോചകമായി തോന്നുന്നത് അതുകൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല എന്നത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ്. ദൈവം മനുഷ്യന് പൂർണ്ണ സ്വസ്ഥത നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വേദവായനാ ഭാഗത്ത് ഏതാനും പേർ കിടക്കയോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന പക്ഷവാതക്കാരനോട് യേശു ആദ്യം പറഞ്ഞത്, സ്നേഹിത, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്നായിരുന്നു. ശരീരത്തെ ബാധിച്ച രോഗത്തിന് സൗഖ്യം ലഭിക്കണമെന്ന് മാത്രമേ ആ രോഗിയും അയാളുടെ ബന്ധുക്കളും ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ശാരീരികമായ അസ്വസ്ഥത മാത്രമല്ല, ആത്മീകമായ അസ്വസ്ഥതയും നീക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് രോഗകാരണമായ പാപത്തിൽ നിന്നുള്ള മോചനം ആദ്യം നൽകി. അതോടൊപ്പം രോഗം ആ മനുഷ്യനെ വിട്ടുമാറുകയും ചെയ്തു. നാം ഏതൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് തരാമെന്നോ തരികയില്ലെന്നോ ദൈവം പൊടുന്നനെ പറയുകയില്ല. നമുക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. അതാദ്യം ചെയ്യണമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. പൂർണ്ണ സൗഖ്യം എന്ന് പറയുന്നത് ശരീര മനസ്സുകളും ആത്മാവും ഉൾപ്പെട്ട ആൾത്വത്തിൻ്റെ ആകമാന സൗഖ്യമാണ്. പൗലോസ് അപ്പോസ്തലനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു രോഗത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അദ്ദേഹം പലവട്ടം പ്രാർത്ഥിച്ചു. രോഗശാന്തി വരമുള്ള മറ്റു പലരും അദ്ദേഹത്തിന് വേണ്ടി ഒരുപക്ഷെ പ്രാർത്ഥിച്ചിരിക്കാം. എൻ്റെ കൃപ നിനക്ക് മതി എന്നായിരുന്നു അപ്പോസ്തലന് ലഭിച്ച മറുപടി. ബലഹീനതയിൽ തൻ്റെ ശക്തി പൂർണ്ണമാക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നാം നേരിടുന്ന അഗ്നി പരീക്ഷണത്തിൽ നടക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 7-10 വരെ. പൊറുക്കാത്ത സന്ധിവാത രോഗം പിടിപെട്ട ഒരു വ്യക്തി ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. അവരുടെ ആർത്തവത്തിന് എങ്ങനെയാണ് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ അവർ ഒരു സുവിശേഷകനോട് ഇപ്രകാരം പറയുകയുണ്ടായി, കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ബലം നൽകണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ വിനയപൂർവ്വം അനുസരിക്കുവാൻ പഠിക്കുന്നതിന് വേണ്ടി അവിടുന്ന് എന്നെ ദുർബലനാക്കി. സന്തുഷ്ടമായ ജീവിതം നയിക്കുവാൻ എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിവേകമുള്ളവനായി തീരുന്നതിന് വേണ്ടി അവിടുന്ന് എനിക്ക് ദാരിദ്ര്യം നൽകി. മനുഷ്യർ പ്രശംസിക്കുന്നതിന് വേണ്ടി എനിക്ക് ശക്തി നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തെ എനിക്ക് ആവശ്യമുണ്ടെന്ന ബോധം ഉണ്ടാകുവാൻ വേണ്ടി എനിക്ക് ബലഹീനത തന്നു. ഞാൻ ചോദിച്ചതൊന്നും കിട്ടിയില്ല, എന്നാൽ പ്രത്യാശിച്ചതെല്ലാം ലഭിച്ചു. വാങ്മയമല്ലാത്ത എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. അങ്ങനെ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട ഒരാളായി ഞാൻ തീർന്നിരിക്കുന്നു. ഓർക്കണമേ, ദൈവത്തിന് വേണ്ടത് നമ്മുടെ ദാരിദ്ര്യമാണ്, സമ്പന്നതയല്ല. 1 പത്രോസ് 4:1. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.
പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.